ചാരു, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല മോളെ. നിന്റെ അമ്മായി ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. നിനക്കറിയാലോ, അമ്മയുടെ ഇഷ്ടത്തിനെതിരായി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഇനിയാണെങ്കിൽ എനിക്കതിന് കഴിയില്ല. ഗോപന്റെ വാക്കുകൾ കേൾക്കെ ചാരുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റുവീഴാനായി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നെ പ്രണയിക്കുമ്പോൾ ഈ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അമ്മായി തന്നെയാണല്ലോ എല്ലാത്തിനും കൂട്ടുനിന്നത്. പിന്നിപ്പോൾ എന്താണ് പ്രശ്നം? ഗോപനോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ഠം ഇടറി തുടങ്ങിയിരുന്നു. അവൻ ആ നിമിഷം അവളെ അടിമുടി നോക്കി. വീർത്ത് കെട്ടിയതുപോലെ വയറും വലിയ മാരടങ്ങളും അവളുടെ ശരീരത്തിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. മുഖം വീർത്തതാണെങ്കിലും കാണാൻ സുന്ദരി തന്നെയാണ്. എന്നാൽ ആ സൗന്ദര്യത്തിന് മാറ്റുകൂടി കുറയ്ക്കും ശരീരം. ഗോപൻ അവളോട് പ്രണയം തുറന്നു പറയുന്നത് അവളുടെ കൗമാരകാലത്താണ്. അന്നവൾ അതീവ സുന്ദരിയായിരുന്നു. മെലിഞ്ഞ ശരീരം, ഒത്ത നീളം, നീണ്ട മുടിയിഴകൾ. ആർക്കും അവളോട് പ്രണയം തോന്നും. മുറച്ചെറുക്കനായ അവന് തോന്നിയില്ലെങ്കിലേ അത്ഭുതം ഉണ്ടായിരുന്നുള്ളൂ. അവനും അവളോട് ആ പ്രണയം തുറന്നു പറഞ്ഞു. അവൾ തിരിച്ചും. രണ്ട് വീട്ടുകാർക്ക് ഒരുപോലെ സമ്മതമായ പ്രണയം. ഗോപൻ പറഞ്ഞു വെച്ചതുപോലെയാണ് ചാരു എന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടി. പാടവരമ്പത്ത് ആരും കാണാത്ത ഉമ്മറക്കോലായിലുമൊക്കെ അവർ പ്രണയം പങ്കിട്ടു. എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ അവളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവളുടെ മനോഹരമായ മുടികൾ ആദ്യം കൊഴിഞ്ഞു തുടങ്ങി. ഗോപന്റെ അമ്മ തന്നെ അവൾക്ക് എണ്ണ കാച്ചി കൊടുത്തു. വരാൻ പോകുന്ന മരുമകളോടുള്ള സ്നേഹമാണ് അവർ അങ്ങനെ ആദ്യം കാണിച്ചു തുടങ്ങിയത്. പിന്നെ അവളുടെ മനോഹരമായ മുഖത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസം വന്നത് ഗോപൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഒപ്പം അവൻ ചേർത്ത് പിടിക്കുമ്പോൾ കൈകൾ തമ്മിലുള്ള അകലം കൂടി വന്നു. അതെ, കാലക്രമേണ അവൾ ഒരു തടിച്ചിയായി മാറുകയായിരുന്നു. പലപ്പോഴും അത് അവളുടെ ആർത്തവത്തെ ബാധിച്ചു. ചില മാസങ്ങളിൽ ആർത്തവം വന്നില്ല. അമ്മായി ഉൾപ്പെടെയുള്ള എല്ലാവരിലും അത് മുറുമുറുപ്പുണ്ടാക്കി തുടങ്ങിയിരുന്നു. ഗോപൻ അവളുടെ ശരീരത്തെ അല്പം അറപ്പോടെ നോക്കി നിൽക്കുമ്പോൾ അവൾ വീണ്ടും അവനെ കുലുക്കി വിളിച്ചു. ഗോപേട്ടനൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു മാറ്റം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവളുടെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞു വന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാത്തു. പക്ഷേ നിന്റെ ഈ തടി, അത് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ നിൽക്കുമ്പോൾ അവൾ അവനെ പുരുക ഉയർത്തി നോക്കി. പിന്നെ അമ്മയ്ക്കൊരു പേടി. എന്തു പേടി? അവൾ വീണ്ടും ചോദിച്ചു. നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് അമ്മയ്ക്ക് പേടി. അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരിക്കലും അങ്ങനെയൊന്ന് അവനിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചതല്ല. അവളോടുള്ള പെരുമാറ്റം ചില സമയങ്ങളിൽ അവനിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ജോലിഭാരം ഉണ്ടാക്കിയ മാറ്റങ്ങളാകണമെന്ന് മാത്രമാണ് അവൾ ചിന്തിച്ചത്. ഗോപേട്ട, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയ പോരെ? അവൾ നിസ്സഹായതയോടെ പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. ചാരു, നിന്റെ ഈ ശരീരം കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു ഡോക്ടറുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് അമ്മയുടെ മാത്രം തീരുമാനമല്ല, എൻ്റെ കൂടെയാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മകനാണ്. മേലേടത്തെ വീട്ടിലെ ഏക ആൺതരി. എൻ്റെ കുടുംബം നിലനിന്ന് പോകണമെങ്കിൽ എൻ്റെ രക്തത്തിലൊരു കുഞ്ഞ് ജനിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വെറുതെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗോപൻ കട്ടായം പറയുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ നിസ്സഹായതയോടെ നിന്നവൾ. ഇന്ന് 2 മാസങ്ങൾക്ക് ശേഷം ഗോപൻ്റെ വിവാഹമാണ്. വധു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. മുന്തിയ കുടുംബത്തിൽ നിന്നും ആർഭാടമായ കല്യാണം. ചാരു ഒഴികെ എല്ലാവരും ആ കല്യാണത്തിൽ പങ്കെടുത്തു. തിരികെ വന്നവർ കല്യാണത്തിൻ്റെ ആർഭാടത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. മേലെടുത്ത ഗോപൻ്റെ ഭാഗ്യ ഈ ബന്ധം. പെണ്ണിൻ്റെ അച്ഛനും അമ്മാവനും എല്ലാവരും വക്കീലന്മാരാണ്. ഒരു വല്യമ്മാവൻ സുപ്രീം കോടതി ജഡ്ജിയാണെന്നൊക്കെ പറയുന്നു. ആർക്കറിയാം? ഒരു കാരണവർ വെറ്റില മുറുക്കിക്കൊണ്ട് പറയുമ്പോൾ അടുത്തയാളത് ഏറ്റുപിടിച്ചു. ആയിരിക്കും. സ്വർണ്ണമൊക്കെ ഇങ്ങ് പാദം വരെ അല്ലായിരുന്നോ? നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ബന്ധം ആർക്കും കിട്ടിയിട്ടില്ല. സുന്ദരി പെണ്ണ്, എന്താ വടി പൊത്ത ശരീരം. കാരണവർ ചാരുവിനിട്ട് കൂടി താങ്ങി പറയുമ്പോൾ അവളുടെ അച്ഛൻ അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ. മകളുടെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് അയാൾക്ക് നന്നായി അറിയാം. മോളെ, നേർത്ത ശബ്ദത്തിൽ അയാൾ വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയില്ല. പകരം അവളുടെ ശ്വാസം ഉയർന്നു പൊങ്ങി. എനിക്ക് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണോ അച്ഛാ? പെട്ടെന്ന് അവളുടെ നാവിൽ നിന്നും അത് കേട്ടതും അയാൾ ഞെട്ടി. നീ എന്തായി പറയുന്നത്? ഒരു വിവാഹം?
അയാൾ ആ മകളുടെ ശരീരത്തിലേക്ക് ആകെയൊന്ന് നോക്കി. എനിക്ക് പ്രസവിക്കണം, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ എനിക്കും കഴിയുമെന്ന് അയാളെ കാണിച്ചു കൊടുക്കണം. എൻ്റെ ഈ ശരീരം ഒരു ബാധ്യത അല്ലാത്ത ഒരാൾ. അങ്ങനെ ഒരാളെ കണ്ടെത്തി തരാൻ അച്ഛന് കഴിയുമോ? അയാൾക്ക് എന്ത് അംഗവൈകല്യം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മനസ്സറിഞ്ഞ് ഞാൻ അയാളെ സ്നേഹിക്കും. അവളുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ പുറത്തേക്കൊഴുകുമ്പോൾ അവൾക്കൊരു മറുപടി കൊടുക്കാൻ കഴിയാതെ അയാൾ പുറത്തേക്കിറങ്ങി. ആ നിമിഷം 3 ചക്രമുള്ള സ്കൂട്ടറിൽ ഒരാൾ അങ്ങോട്ട് വന്നു. ശങ്കർ, നാട്ടിൽ റേഷൻ കട നടത്തുന്ന ചെറുപ്പക്കാരൻ. നാരായണേട്ടാ, റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് ഇന്നലെ വരണമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഞാൻ വൈകുന്നേരം വരെ നോക്കിയിരുന്നു. നിങ്ങൾ അച്ഛനും മോളും വന്നില്ല. കല്യാണത്തിന് കാണുന്നറിയാമായിരുന്നതുകൊണ്ട് ഞാനതാ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശങ്കർ അവൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് നിവർത്തി കക്ഷത്തിലൊരു കവറുമായി ഉമ്മറപ്പടിയിലേക്ക് കയറുമ്പോൾ അയാൾ അവനെ തന്നെ നോക്കി നിന്നു. ആ വിരൽ ഇങ്ങോട്ട് നീട്ടിക്കേ. നിങ്ങളുടേത് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചരക്കിറക്കാൻ പോകാൻ. കൂടെ നിന്ന് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. നാരായണേട്ടൻ്റെ വിരൽ അടയാളമെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചാരു ഇറങ്ങി വന്നു. ചാരു, മോളെ വാ. സ്നേഹത്തോടെ അവൻ വിളിക്കുമ്പോൾ അവൾ ചെറിയ ചിരിയോടെ അടുത്തേക്ക് ചെന്നു. ചാരു, മോള് കല്യാണത്തിന് പോയില്ല അല്ലേ? സാരമില്ല കൊച്ചേ, നിന്നെ അവന് വിധിച്ചിട്ടില്ല. അതവൻ്റെ കുഴപ്പമാണ്. നീ നല്ല കുട്ടിയാ, പഠിച്ച് വലിയ ഉയരങ്ങളിലെത്താൻ നോക്കണം. ശങ്കരനും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ചെറിയ വാക്കുകളിൽ കൂടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോലി തീർത്ത് പോകാനായി എഴുന്നേറ്റ് മുൻപോട്ട് വീഴാൻ പോയ അവനെ അവൾ താങ്ങിപ്പിടിച്ചു. അതൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. എല്ലാവരുടെയും ആശീർവാദത്തോടെ അവൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണിട്ട് ഇന്ന് 1.5 വർഷം കഴിഞ്ഞു. ഒപ്പം അവൻ്റെ രക്തത്തിൽ ഗോപൻ ശപിച്ച അവളുടെ ഗർഭപാത്രത്തിൽ പിറന്ന അവരുടെ 2 പിഞ്ചോമനകളുടെ ചോറൂടാണ്. ആർഭാടമായി ക്ഷേത്രത്തിൽ അത് നടത്തുമ്പോൾ ഒരാൾ കൂടി പങ്കെടുത്തു. ഗോപൻ. പ്രാകൃതമായി നീട്ടി വളർത്തിയ മുടി, നീണ്ട താടി, ജീവിത നിരാശയുടെ പടുകുഴിയിൽ എത്തിച്ചു എന്ന ഒറ്റ നോട്ടത്തിൽ കാണുന്ന രൂപം. ആ 2 കുഞ്ഞു മക്കളുടെ നെറുകയിൽ തലോടി അവളുടെ ഗർഭപാത്രത്തെ ശപിച്ചവൻ അവർ അനുഗ്രഹിച്ചു പോകുമ്പോൾ ആ പഴയ കാരണവർ താടിക്ക് കൈ കൊടുത്തു. കഷ്ടം, വലിയ കുടുംബത്തിൽ നിന്നും കെട്ടിയതാ, പറഞ്ഞിട്ട് എന്താ കാര്യം? പിള്ളേരുണ്ടാകാത്തത് ഈ ചെറുക്കൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ആ പെണ്ണിട്ടിട്ട് പോയി. അവരുടെ വാക്കുകൾ കാതിലേക്ക് വരുമ്പോൾ കസേരയിലിരിക്കുന്ന ശങ്കരൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ. ഒപ്പം മധുര പ്രതികാരത്തിൻ്റെ ഒരു പുഞ്ചിരിയും ആ ചുണ്ടുകളിൽ വിടർന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.